കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൺട്രോളർ ആപ്ലിക്കേഷനിൽ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. സൈഡിലേക്ക് ഞാൻ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ മറ്റേ ഫിക്സർ ആഡ് എല്ലാം ചെയ്യാൻ പറ്റുന്ന സ്ക്രീനായിട്ട് വന്നിട്ട്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ലൈറ്റ് ഫിക്സേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയലുകളാണിത്. ഇതിപ്പോൾ ഈ പറഞ്ഞ ബിഗ് ഡീപ്പറിൻ്റെ LPC007 എന്ന് പറഞ്ഞാൽ പാറിൻ്റെ മറ്റേ പേഴ്സണാലിറ്റി ഫയലും പിന്നെ ഒരു മിനി ഷാർപ്പിൻ്റെ പേഴ്സണാലിറ്റി ഫയലും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞൊരു സ്ക്രീനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ഫിക്സർ പാച്ച് ചെയ്യാമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മിനിപ്പുകളിലൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി അതുപോലെയല്ല, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ലൈറ്റ് ഫിക്സർ പാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ പാച്ച് ചെയ്യണമെന്ന് നോക്കാം. അതിനാണ് ഞാനിവിടെ ആഡിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് സെലക്ട് പേഴ്സണാലിറ്റിനകത്ത് ഞാനിപ്പോൾ അതിൻ്റെ മിനി ഷാർപ്പിയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മിനി ഷാർപ്പിയുടെ മറ്റേ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിടക്കുന്നുണ്ട് 33. അപ്പോൾ ഞാൻ ഇവിടെ ഷാർപ്പിക്ക് ഒരു ഷാർപ്പി 1 എന്ന് പേര് കൊടുക്കാം ഫിക്സർ നെയിമായിട്ട്. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് 33 കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ ഷാർപ്പി 1 ഇതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഷാർപ്പി 1 ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെലക്റ്റായി. ഇനിയിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഡിം ഫേഡർ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വൈറ്റ് കളറേ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുമ്പോൾ ആ കളർ വീലിൽ കൂടെ ഒന്ന് മാറ്റി പോകുമ്പോൾ നമുക്ക് ആ കളർ മാറുന്നതെല്ലാം കാണാൻ പറ്റും. ഇനി സെയിം തന്നെ കളർ ഫേഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റിൻ്റെ എല്ലാം കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു കളർ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ഫ്ലിക്കറിൻ്റെ ഓപ്ഷനിലേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ആ മിനി ഷാർപ്പി ഫ്ലിക്കർ ചെയ്യാൻ കാണാൻ പറ്റുന്നതാണ്. ഇനി വീണ്ടും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് ഷട്ടർ, മോഡ്, സ്പീഡ്, പിന്നെ ഈ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്, മോഡിൻ്റെ സ്പീഡ്, ഇതും ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിൽറ്റും പാൻറ്റും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫേഡറാണ്. ഇനി ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പാൻ ടിൽറ്റ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ജോയ്സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ഇതിലേക്ക് ഞാൻ പിടിച്ചത് ഇരിക്കുകയാണെങ്കിൽ ആ ഷാർപ്പി മൂവ് എന്ന് കാണാൻ പറ്റും നമുക്ക്. തിരിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് 0 പൊസിഷനിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് സെയിം അതുപോലെ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ ഇരിക്കുന്ന പറഞ്ഞാൽ ചെറിയ മിനി ഷാർപ്പി, കുറച്ചും കൂടി വലിയ ഷാർപ്പിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോക്കസ്, റീസെറ്റ്, പ്രിസം എല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പാൻ ഫാനും ടിൽറ്റ് ഫാനും നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫുള്ളിലേക്ക് കഴിഞ്ഞാൽ ഷാർപ്പ് റീസെറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ റീസെറ്റ് ആണെന്ന് കാണാൻ പറ്റും ഷാർപ്പി. ഇനി സെയിം തന്നെ എനിക്ക് ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ റീസെറ്റ് ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഇതുകളും ഫേഡറും 0യിലേക്ക് പോകും. ഇനി നമുക്ക് സെയിം ഇതുപോലെ നമുക്കൊരു ബിഗ് ഡീപ്പറിൻ്റെ ഒരു പാറും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇവിടെയല്ല, നമ്മൾ ഈ ആഡിൽ പ്രസ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് പേഴ്സണാലിറ്റിനകത്ത് ബിഗ് ഡീപ്പറിൻ്റെ പാറ് കൊടുത്തിട്ട് ഫിക്സറിനെ ഞാൻ ഇപ്പോൾ ഒരു പാർ 1 കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പാറിൻ്റെ അഡ്രസ്സാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെനിക്ക് വരുന്നത് തന്നെ 400 എന്ന അഡ്രസ്സിലാണ്. അപ്പോൾ അത് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ പാർ 1 സെലക്ട് ചെയ്തിട്ട് പയ്യെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡിമ്മർ മാറ്റി വെക്ക് കഴിഞ്ഞാൽ നമുക്ക് പാറ് കത്തുന്നത് കാണാൻ പറ്റും. എനിക്ക് ജസ്റ്റ് ഇതുപോലെ ഇഷ്ടമുള്ള പോലെ കളർ വീലിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, കളർ ഫേഡർ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കളർ ഫേഡർ പ്രസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് RGB പാറ അല്ലെങ്കിൽ ഇതിനകത്ത് RGB മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് RGBയുടെ ഫേഡർ മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇനി സെയിം അതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്ട്രോബിനെ വേണ്ടിയിട്ട് FLK എന്ന് പറഞ്ഞുള്ള ഫേഡർ പൊക്കി നമുക്ക് സ്ട്രോബ് എല്ലാം കൊണ്ടുവരാം. ഇനി അതല്ല, പാറിനകത്തുള്ള പോലെ മോഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മോഡിൻ്റെ ഫേഡർ പൊക്കി കഴിഞ്ഞാൽ മോഡിലേക്ക് പോകേണ്ട കാണാൻ പറ്റും. ഇനി അവിടെ തന്നെ MSPD എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരി ചെയ്തതിൻ്റെ കളറും സ്പീഡെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.